എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്നാലും എന്താ പറയുക, ഞാൻ എന്തായാലും ഈ കുടുംബത്തിലെ അംഗമാണെന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും എൻ്റെ അനുഗ്രഹം. സിനിമയിൽ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങുന്ന ആർട്ടിസ്റ്റ്. അപ്പോൾ ഒരുപാട് സന്തോഷം. കുട്ടികൾക്കൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒപ്പം ഞാനും ഉണ്ട് കൂട്ടത്തിൽ. സർവേശ്വരനോട് എല്ലാം ഭംഗിയായി വരാൻ പ്രാർത്ഥിക്കും. നന്ദി. ആദ്യം തന്നെ ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം എനിക്കറിയാം നിങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അപ്പം അതിൽ വന്ന് നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് മഹേഷിൻ്റെ അടുത്തും എസ്റ്റിൻ സാറിൻ്റെ അടുത്താണ്. കാരണം എന്നെ വെച്ചിട്ടൊരു പടം ചെയ്യാൻ ഒരു ധൈര്യം കാണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. ഞാൻ ഇവരുടെ അടുത്ത് ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല, പൂജയല്ലേ, ചെറിയ കാര്യമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഇവിടെ വന്ന് ഈ ഓഡിറ്റോറിയത്തിൽ കയറിയപ്പോൾ ഞാൻ അയ്യോ ആ ഒരു അവസ്ഥയിൽ ഇപ്പം നിൽക്കുന്നത്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ആൾക്കാരുടെ കൂടെ, ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ, പ്രൊഡ്യൂസേഴ്സ്, ആക്ടേഴ്സ്, എല്ലാ ടെക്നീഷ്യൻസും, ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്നതിൽ, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ കഴിയുന്നതിൽ, സിനിമയുടെ ഒരു ടൈറ്റിൽ ക്യാരക്ടർ മെറിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്, അത് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സ്റ്റേജ് തരുന്ന എനർജിയും കോൺഫിഡൻസും വളരെ വലുതാണ്. അത് എനിക്ക് ഇവിടെ നിന്നപ്പോൾ അതിങ്ങനെ എനിക്കിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ക്യാരക്ടർ ചെയ്യാൻ പോവാണ് എന്നുള്ളത്. സോ ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ മഹേഷിൻ്റെ അടുത്തും ലിസ്റ്റിൻ സാറിൻ്റെ അടുത്തും എൻ്റെ എല്ലാവിധ ഉറപ്പുകളും തരികയാണ്. എൻ്റെ 100% ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കും. എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ 100% തന്നെ ഈ സിനിമയ്ക്ക് തരും. എപ്പോഴും കൂടെ ഉണ്ടാവും. ലിസ്റ്റിൻ സാറിനും ഒരുപാട് പൈസ കിട്ടട്ടെ. ഇരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ പോലെയുള്ള പുതുമുഖങ്ങളെ വെച്ചിട്ട് പുതിയ സിനിമകൾ ചെയ്യാൻ ഇനിയും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനും ഒരുപാട് ഡയറക്ടേഴ്സിനും ഒരു ധൈര്യം കിട്ടട്ടെ എന്നും ഞാൻ ഇവിടെ പറയുന്നു. താങ്ക് യു സോ മച്ച്. ബെസ്റ്റ് വിഷസ് എല്ലാവരും. ഇപ്പൊ എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ വളരെയധികം സന്തോഷം. ഒരു കലക്കം പരിപാടി ആവട്ടെ. എല്ലാവരും അടിച്ചു പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഇത്രേ ഉള്ളൂ.